ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ 377 വകുപ്പിലെ പ്രകൃതിവിരുദ്ധ കുറ്റങ്ങളും 498 വകുപ്പിലെ ഭർത്താവിന്റെ ക്രൂരത പ്രകാരമുള്ള കുറ്റങ്ങൾ ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്കെതിരെ ചെയ്തുവെന്ന ആരോപണമുയർന്നു. പ്രസ്തുത കുറ്റാരോപിതൻ അത്തരം വകുപ്പുകൾ നിലനിൽക്കുന്നതല്ല എന്നും തനിക്കെതിരെയുള്ള എല്ലാ ക്രിമിനൽ നടപടികളും റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഒരു ഹർജി സമർപ്പിച്ചു. ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയുടെ മുൻപാകെ വന്ന ചോദ്യങ്ങൾ ഇവയായിരുന്നു: ഒരു ഭർത്താവ് തന്റെ ഭാര്യയുമായി പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അത് IPCയുടെ 377 വകുപ്പ് പ്രകാരം കുറ്റകരമാകുമോ എന്നും അതുപോലെ പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾ IPCയുടെ 498 വകുപ്പനുസരിച്ച് കുറ്റകരമാണോ എന്നുമായിരുന്നു. കോടതി സമീപകാല ഭേദഗതികളുടെയും നീതിന്യായ വ്യാഖ്യാനങ്ങളുടെയും വെളിച്ചത്തിൽ IPCയുടെ 377 വകുപ്പിന്റെ നിയമവശം പരിശോധിച്ചു. കോടതി ഉറപ്പിച്ചു പറഞ്ഞത് IPCയുടെ 375 വകുപ്പിലെ 2ാം വിശദീകരണ പ്രകാരം ഒരാൾ അയാളുടെ സ്വന്തം ഭാര്യയുമായി നടത്തുന്ന ലൈംഗിക പ്രവൃത്തികൾ ഭാര്യ 15 വയസ്സിൽ താഴെ പ്രായമുള്ളതല്ലെങ്കിൽ ബലാത്സംഗമാകില്ല എന്നാണ്. ഈ കേസിലെ ഹർജിക്കാരി പ്രായപൂർത്തിയായ വ്യക്തിയായതിനാൽ ഭർത്താവ് ഭാര്യയുമായി പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്ന ആരോപണം നിയമപരമായി നിലനിൽക്കുന്നതല്ല. കോടതി പ്രതിപാദിച്ച മറ്റൊരു കാര്യം പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ IPCയുടെ 377 വകുപ്പിന് സമാനമായ വകുപ്പുകൾ ഇല്ലെന്നതാണ്. കാരണം പ്രായപൂർത്തിയാകാത്തവർക്ക് നേരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ പോക്സോ നിയമത്തിനു കീഴിലാണ് വരുന്നത്. അതിനാൽ IPCയുടെ 377 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് മജിസ്ട്രേറ്റ് എടുത്ത നടപടി നിലനിൽക്കുന്നതല്ലെന്ന് കോടതി വിധിച്ചു. അതോടൊപ്പം മേൽപ്പറഞ്ഞ നടപടികളെ റദ്ദാക്കുകയും ചെയ്തു. എന്നിരുന്നാലും കോടതിയുടെ കണ്ടെത്തൽ IPCയുടെ 498 വകുപ്പ് പ്രകാരമുള്ള ആരോപണങ്ങളിൽ ഒരു വിചാരണയെ ന്യായീകരിക്കാൻ തക്ക ഘടകങ്ങൾ പ്രഥമദൃഷ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നതാണ്. അതുകൊണ്ട് IPCയുടെ 498 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന്മേലുള്ള നടപടികൾ തുടരാൻ കോടതി അനുവാദം കൊടുത്തു. കേരള ഹൈക്കോടതി IPCയുടെ 377 വകുപ്പ് പ്രകാരമുള്ള നടപടികൾ റദ്ദ് ചെയ്തും IPCയുടെ 498 പ്രകാരമുള്ള നടപടികൾ തുടരാൻ അനുമതി നൽകിയും ഹർജി ഭാഗികമായി അനുവദിച്ചു. ചുരുക്കിപ്പറഞ്ഞാൽ ഒരു ഭർത്താവ് അയാളുടെ ഭാര്യയുമായി ഏർപ്പെടുന്ന പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധം നിയമപരമായി ശിക്ഷാർഹമല്ല. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.